ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂറോപ്പ ലീഗിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റിവ്യൂ ആണ് ഗായ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫൈനലി 2-0 എന്ന ഗോൾ സ്കോറിന് യുണൈറ്റഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡിന് വേണ്ടി ഡാലോട്ട്, കോബിമെൻ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ആദ്യ 11 പുറത്ത് വിട്ടതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ യുണൈറ്റഡ് ഫാൻസിൻ്റെയും പകുതി കോൺഫിഡൻസ് പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ പ്രോപ്പർ പൊസിഷൻ അല്ലാത്ത രണ്ട് താരങ്ങളെയാണ്, അതും യൂറോപ്പ ലീഗ് പോലുള്ള ഒരു മത്സരത്തിൽ അമോറിം എടുത്ത ഒരു ഡിസിഷൻ. ക്രിസ്ത്യൻ എറിക്സൺ, കോബിമെൻ ഗർണാച്ചോ കളിച്ച ഒരു പൊസിഷനിലാണ് കോബിമെൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോബിമെനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ ഒരുപാട് ഇഞ്ചുറീസും പ്രശ്നങ്ങളും ഉണ്ടായ ഒരു താരമാണ്. അഗെയിൻ കംബാക്ക് വന്നതിന് ശേഷം സെൻട്രൽ മിഡ്ഫീൽഡർ റോൾ അല്ലെങ്കിൽ ഡിഫൻസ് മിഡ്ഫീൽഡറായിട്ട് കളിച്ച ഒരു പ്ലെയറിനെയാണ് വിങ്ങിൽ കളിപ്പിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻ എറിക്സൺ അമോറിം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ടൈമിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൊടുത്ത സമയം ഗെയിം കളിച്ച സമയത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം തന്നെയാണ്. പക്ഷേ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിങ്ങും സെൻട്രൽ മിഡ്ഫീൽഡറും കളിക്കുന്ന ഒരു താരമാണ്. അമോറിം വന്നതിന് ശേഷം മാക്സിമം ഡിഫെൻസീവ്ലി ഫോക്കസ്ഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ് കാണാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെയുള്ള രണ്ട് താരങ്ങളെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഞാൻ പേഴ്സണലി ഈ ഒരു കളി കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് കാഴ്ച ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നതിന് ശേഷം ശരിക്കും വണ്ടർ അടിച്ചു പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പെർഫോമൻസാണ് ഈ രണ്ട് താരങ്ങളുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഈ ഒരു മത്സരത്തിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് രണ്ട് താരങ്ങളെക്കുറിച്ച് തന്നെയാണ്, ഹോയ്ലൻഡ് അതുപോലെ മലാസിയ. ഹോയ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ടെൻഹാഗ് വന്നതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തും എല്ലാ ഫാൻസുകാരും പറയുന്നത് യുണൈറ്റഡ് പോലെ ഒരു ക്ലബ്ബിൽ വന്നതിന് ശേഷം സെറ്റാകാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. ഓക്കെ, ടെൻഹാഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സമയം കൊടുത്തു. അതുപോലെ അമോറിം വന്നതിന് ശേഷവും ഇത്രയും മാച്ച് കളിച്ചിട്ടും എനിക്ക് പേഴ്സണലി യാതൊരുവിധ ഇമ്പാക്റ്റും ഒരു റിസൾട്ടും ചില മാച്ചുകളിൽ സ്കോർ ചെയ്യും എന്നല്ലാതെ സെൻറ്റർ ഫോർവേഡ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി പുള്ളിക്ക് ആ ഒരു പൊസിഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നോക്കുകയാണെങ്കിൽ സെറിക്സി, അത് ഇതിനേക്കാൾ ഡൗൺ ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു താരം യുണൈറ്റഡിൽ കളിക്കാൻ ഒരു അർഹതയില്ലാത്ത പ്ലെയർ തന്നെയാണ് എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മലാസിയനെ സംബന്ധിച്ചിടത്തോളം മലാസിയും ഇഞ്ചറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നതാണ്. പക്ഷേ ടാക്കിൾ ചെയ്യുന്ന സമയത്ത് ഈ മത്സരത്തിൽ യെല്ലോ കാർഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ യെല്ലോ കാർഡ് കിട്ടി. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഇത് സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് നെക്സ്റ്റ് റെഡ് കാർഡാണല്ലോ. ഭാഗ്യത്തിന് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് തന്നെ അമോറിം സബ് ചെയ്തു. അങ്ങനെ ഡിഫെൻസീവ്ലി കുറച്ച് പ്രശ്നങ്ങൾ മലാസിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഓരോ മത്സരങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു താരമായിട്ട് തന്നെയാണ് മലാസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഡിഫെൻസീവ്ലി വെൽ സ്ട്രോങ് ആയിരുന്നു. പ്രത്യേകിച്ച് ലിസാൻഡ്രോ വേൾഡ് കപ്പ് വിന്നർ എന്താണ്, പുള്ളിയുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് ഓരോ മത്സരങ്ങൾ കഴിയുന്നതനുസരിച്ച് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് എന്നുകൂടി എല്ലാവരും ആലോചിക്കണം. ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ് ഒഫൻസീവ്ലി ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1-2 സീസൺ പുള്ളി മാത്രം പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. മൊത്തത്തിലെ ടീമൊന്ന് ബിൽഡായി വരുവാണെങ്കിൽ ഒരു ടോപ്പ് 10 ബാലൻ ഡിയോർ ലിസ്റ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് എന്നുള്ള ഒരു പ്ലെയർ എന്തായാലും കൺഫേം ആയിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഡെലൈറ്റ് ആയാലും പിന്നെ കസമീറോ ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷമാണ് അമോറിം വന്നതിന് ശേഷം ആദ്യമായിട്ട് കസമീറോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നത്. കസമീറോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അമോറിം ഒരു ആദ്യ 11 ഉൾപ്പെടുത്താത്തതെന്ന് മനസ്സിലാവുന്നില്ല. ടെൻഹാഗിൻ്റെ കീഴിലായാലും അതുപോലെ നിസ്റ്റൽറോയ് വന്ന സമയത്ത് നല്ല ഫോമിലുള്ള കളിച്ചൊരു താരമായിരുന്നു. എന്താണ് അമോറിം ഈ ഒരു കസമീറോക്ക് ടൈമിങ് കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു അമോറിമിൻ്റെ ഈ ഡിസിഷനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഗർണാച്ചോ വന്നതിന് ശേഷം നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങിയത്. എന്തുകൊണ്ടാണ് ഗർണാച്ചോ ചിലപ്പോൾ ഈ ഒരു സീസണിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഫോമിൽ കളിക്കുന്ന പ്ലെയറിനെ സെല്ല് ചെയ്തിട്ട് ഒരു യൂസും ഇല്ലാത്ത ഹോയ്ലൻഡിനെ പോലത്തെ പ്ലെയറിനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നത് എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഗൈസ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.